ഇതാണ് മുത്തേ കല്ലുമ്മക്കായ്. നീ കല്ലുമ്മക്കായ് കടുക്ക് തിന്നിട്ടുണ്ടോ? അതന്നെ നമ്മൾ കല്ലുമ്മക്കായ് കടിക്കാന്ന് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കല്ലുമ്മക്കായൻ്റെ ഷെല്ല് നല്ലോണം വൃത്തിയാക്കി ഇങ്ങനെ പൊളന്നെടുത്ത് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചേറ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് നല്ല വൃത്തിയാക്കി എടുത്ത് കഴുകി എടുക്കണം കേട്ടോ. അതിൻ്റെ അരിപ്പൊടി എടുത്ത് നല്ല ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് തേങ്ങയും ജീരകവും ഉള്ളിയെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് അരച്ച് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ റെഡിയാക്കി എടുത്ത് അരിമാവിലിട്ട് നല്ലോണം കുഴച്ചെടുത്ത് നമ്മളെ ഷെല്ലിലേക്ക് ഇങ്ങനെ നിറച്ചെടുക്കണം. ഈ കല്ലുമ്മക്കായ് ഷെല്ല് വൃത്തിയിൽ അടയാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്ന് കയറ് വെച്ച് കെട്ടിയത്. എന്നിട്ട് നല്ലോണം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ട് ലൂസാക്കിയിട്ട് ഇങ്ങനെ എടുക്കണേ. എന്നിട്ട് നല്ല ചൂടുള്ള നമ്മളെ കല്ലുമ്മക്കായ് ഇതാ പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. പുഴുങ്ങി എടുത്തിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി എടുത്താൽ നമ്മളെ കല്ലുമ്മക്കായ് ഇത് ഇച്ചിരി പോരേ ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതിൻ്റെ ഒരു ചേറ് എന്നാണ് കേട്ടോ നമ്മളെല്ലാം പറയൽ. ആ ചെളി നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട മസാലയിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഡീപ്പ് ഫ്രൈൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലേ. അതും കൂടി ചാരുട്ടിക്ക് ഇത് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് പൊരിച്ചെടുത്തതുകൊണ്ട് അങ്ങനെ ചാരൂട്ടിക്ക് പിന്നെ സ്പൈസി അധികം അവൾ കഴിക്കാത്തതുകൊണ്ടാട്ടോ വെറും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് പൊരിച്ചെടുത്ത് രണ്ട് സൈഡ് നല്ല മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ മറിച്ചിടുക. എൻ്റെ ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നല്ല കല്ലുമ്മക്കായ് കടുക്ക. എന്താ ചാരൂട്ടിക്ക് എരിവൊന്നും ഇടാണ്ട് പൊരിച്ചെടുത്തത് എങ്ങനെയുണ്ടെന്ന് അവളോട് നമുക്ക് ചോദിക്കേ. വീഡിയോക്ക് പോകേണ്ടി പോസ് ചെയ്യുന്നതാണെന്ന് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ സത്യത്തിലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിന് കേട്ടോ. ഒറ്റയടിക്ക് നല്ല ചൂടുണ്ടായിന്, വായുന്നെല്ലാം പുക പോകുന്നുണ്ടോ. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മുളക് പൊടിയിലിട്ട് പൊരിച്ചെടുത്തത്. എൻ്റെ മോനെ എനിക്ക് എന്ത് ഇഷ്ടമുള്ള സാധനമാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു റെസിപ്പി തന്നെയാണ് എൻ്റെ വീട്ടിലത്തെ. അങ്ങനെ ചോറെടുത്ത് കുറച്ച് നാരങ്ങാക്കറി എടുത്ത് സാമ്പാറെടുത്ത് നല്ല ചെമ്മീൻ കറി എടുത്ത് ചിക്കൻ പൊരിച്ചതെടുത്ത് പിന്നെ ഇതാ നല്ല കൂപ്പമീൻ ഫ്രൈ എടുത്ത് പിന്നെ നമ്മളെ കല്ലുമ്മക്കായ് പൊരിച്ച് എല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിച്ച് എൻ്റെ സാറേ